മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ 3 വസ്തുക്കൾ ഉപയോഗിച്ച് ഒന്നാം തരം ഒരു വളം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇവ എങ്ങനെയാണ് സസ്യങ്ങൾക്ക് നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ പ്രയോഗിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ചിലവ് കുറഞ്ഞ കൃഷി രീതികൾ, ഒരാൾക്ക് പരാശയം കൂടാതെ ചെയ്യാൻ പറ്റുന്ന കൃഷികൾ, കൃഷി കാഴ്ചകൾ, കൃഷി അറിവുകൾ, അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങൾ, അത് കഴിച്ചാൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ, ഇവയൊക്കെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അറിവുകൾ ശേഖരിക്കാൻ, ഇത്തരം അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ ഒക്കെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിലും നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, ഈ മുക്കൂട്ട് വളം നമ്മുടെ എല്ലാ സസ്യങ്ങൾക്കും, എല്ലാ കൃഷികൾക്കും, എല്ലാ പച്ചക്കറികൾക്കും അത്യന്തോപേക്ഷിതമായ വളങ്ങളാണെന്ന് എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ എല്ലുപൊടി നമുക്കറിയാം, 2 തരത്തിലുള്ള എല്ലുപൊടിയുണ്ട്. ഇതെല്ലാം 2 തരത്തിലുണ്ട്. ഇതിന് 2 തരത്തിലുണ്ട്. പൊടിയായിട്ട് വരുന്നുണ്ട്. എല്ലുപൊടി കുറഞ്ഞതെന്നും കൂടിയെന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പം നല്ല എല്ലുപൊടി എന്ന് പറയുമ്പോൾ നല്ല പോഷകസമ്പുഷ്ടമായ എല്ലുപൊടി, നല്ല ഗുണം ലഭിക്കുന്ന, മണ്ണിന് നല്ല വളം ലഭിക്കുന്ന എല്ലുപൊടി എന്ന് പറഞ്ഞാൽ ഇത് എല്ലുകൾ വേവിച്ചെടുത്ത് പുഴുങ്ങിയെടുത്ത് ആവി കയറ്റിയതിന് ശേഷം പൊടിച്ചെടുക്കുന്ന എല്ലുപൊടിക്കാണ് സത്യത്തിൽ ഗുണമേന്മ കൂടുതലുള്ളത്. അപ്പം അതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കൂടിയ എല്ലുപൊടിയാണെന്നും പറഞ്ഞ് കൂടിയ എല്ലുപൊടി നമുക്ക് തരാൻ പറയും, നമ്മളത് വാങ്ങിക്കുന്നു. അത് കച്ചവടക്കാർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് കൂടിയ എല്ലുപൊടി ആയിട്ട് വാങ്ങിച്ച സംഗതികളാണ്. അപ്പോൾ ഈ സസ്യങ്ങളുടെ വേരുപടലം ശക്തി പ്രാപിക്കുന്നതിന്, പ്രത്യേകിച്ച് മരച്ചീനി, അങ്ങനെയുള്ള തെങ്ങ്, അങ്ങനെയൊക്കെയുള്ള സസ്യങ്ങളുടെ വേര്, നമുക്കറിയാം മരച്ചീനിയൊക്കെ വേരാണ് കിഴങ്ങായിട്ട് മാറുന്നത്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ വളരെ അത്യാവശ്യമാണ്. അത് വാഴയ്ക്ക് എല്ലാത്തിനും അടിസ്ഥാന വളമായിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ എല്ലുപൊടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എല്ലുപൊടിയൊക്കെ നമ്മൾ മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ സസ്യങ്ങൾ വലിച്ചെടുക്കാൻ ഒരു 3 മാസത്തോളമൊക്കെ വേണ്ടി വരും. കാരണം ഒരു വളം സസ്യം വലിച്ചെടുക്കുന്നത് മണ്ണുമായിട്ട് ചേർന്ന്, വെള്ളവുമായിട്ട് ചേർന്ന് ദ്രാവക രൂപത്തിലുള്ള ആ വളമാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. അങ്ങനെ വലിച്ചെടുത്തെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്കത് അന്നജ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ ഈ ഇതുപോലെ ഇപ്പോൾ എല്ലുപൊടി, വേപ്പിണ്ണാക്കും ഇതെല്ലാം കൂടെ നമുക്ക് കൃഷികൾക്കൊക്കെ ഇട്ട് കൊടുക്കാം. വേപ്പിണ്ണാക്കും എല്ലുപൊടിയും എല്ലാം കൂടെ നമുക്ക് കൃഷികൾക്ക് ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് മണ്ണും ഒക്കെ ഇടാമെങ്കിൽ ക്രമേണ അത് വളമായിക്കോളും, സസ്യങ്ങൾ വലിച്ചെടുക്കും. അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എളുപ്പത്തിൽ ഇത് വലിച്ചെടുക്കണം. അതായത് നമ്മൾ 3 മാസവും നമുക്ക് കാത്തിരിക്കാൻ വയ്യ. പടവലം പോലുള്ള ഹ്രസ്വകാല വിളകളുണ്ട്. അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഈ സസ്യങ്ങൾ തഴച്ചു വളർന്ന് കാണണം നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഈ മുക്കൂട്ട് വളത്തിൻ്റെ ഒരു ലായനി വളം തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് മറ്റേ പല ലായനി വളങ്ങളും തയ്യാറാക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ക്യാനോ എന്തെങ്കിലും നമ്മൾ എടുക്കുക. എടുത്തതിന് ശേഷം ഇവ തുല്യ അളവിൽ, ഇപ്പോൾ 1 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്ക്, ഇവ തുല്യ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്യാനിനകത്ത് ഇടുക അല്ലെങ്കിൽ ബക്കറ്റിനകത്ത് ഇടുക. അതിനുശേഷം അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ബക്കറ്റിൻ്റെ 3/4 ഭാഗമെങ്കിലും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്യുക, അടച്ച് കെട്ടി അല്ലെങ്കിൽ അടച്ച് വൃത്തിയായിട്ട് കൊണ്ടുവെക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, മഴയോ വെയിലോ നേരിട്ട് ഏൽക്കാത്ത സ്ഥലത്ത് വേണം ഈ ലായനി വളങ്ങൾ ഏതായാലും, അത് പിണ്ണാക്കിൻ്റെ ലായനി വളമായാലും വേപ്പിണ്ണാക്കിൻ്റെ ആയാലും കടലപ്പിണ്ണാക്കിൻ്റെ ആയാലും ഇതെല്ലാം മുക്കൂട്ട് വളമായാലും എല്ലാം കൂടെ വെയിലോ തണുപ്പോ നേരിട്ട് അടിക്കരുത്, മഴയും വെയിലും നേരിട്ട് കൊള്ളരുത്. ആ രീതിയിൽ വേണം നമ്മളിത് കൊണ്ട് സൂക്ഷിക്കാൻ. അങ്ങനെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം മുതൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വശത്തുകൂടി മാത്രമേ നമ്മൾ ഇളക്കാവൂ, 2 വശത്തുകൂടി നമ്മൾ ഇളക്കി കൊടുക്കരുത്. അങ്ങനെ ഇളക്കി കൊടുത്താൽ അതിന് വലിയ പോഷകമൂല്യമൊന്നും, അതായത് വളത്തിൻ്റെ മെച്ചപ്പെട്ട മേന്മയൊന്നും അതിന് കിട്ടത്തില്ല എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു 7-8 ദിവസം ഒക്കെ ആകുമ്പോഴത്തേന് ഈ വെള്ളവും ഈ പിണ്ണാക്കുകളും ഈ എല്ലുപൊടിയും തമ്മിൽ അങ്ങ് ലയിച്ച് ആ സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തന ഫലമായിട്ട് അത് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കത്തക്ക രീതിയിൽ ഒരു മുക്കൂട്ട് വളമായിട്ട് ഇതങ്ങ് മാറും. ഏറ്റവും നല്ലൊരു ടോണിക് വളമാണ്. അങ്ങനെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 7 മുതൽ 10-15 ദിവസത്തിനിടയ്ക്ക് വെച്ച് നമുക്ക് ഇത് അങ്ങനെ വെള്ളത്തിൽ
നല്ല ഭംഗിയായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഈ സസ്യങ്ങളുടെ തണ്ടിൽ മുട്ടാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആ ദിവസം തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ സസ്യങ്ങൾ ഇത് വലിച്ചെടുക്കും. അപ്പം നന്നായി വളരാനും വേരുപടലം ശക്തമാവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗ വിളകളാണെങ്കിൽ നല്ല തൂക്കമുള്ള സ്വാദുള്ള കിഴങ്ങുകൾ കിട്ടാനും ഫലവൃക്ഷങ്ങളാണെങ്കിൽ ആ നല്ല രീതിയിൽ ഫലങ്ങൾ കിട്ടാനും ഒക്കെ ഈ ഒരു വളക്കൂട്ട് മുഖേന നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് വളർച്ച ഉണ്ടാവാനും ഫലങ്ങൾ കിട്ടാനും ഒക്കെ ഈ സംഗതി നമുക്ക് പ്രയോജനപ്പെടും. അപ്പം ഇങ്ങനെ ഒക്കെ നമുക്ക് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമില്ല 2-3 ബക്കറ്റ് മതി. അപ്പോൾ ഇതേപോലെയുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചാൽ നമുക്കിപ്പോൾ പയറാണ് നമുക്ക് ഇടുന്നതെങ്കിൽ ആ പയറിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, നമുക്ക് വെണ്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം, തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാം, മുളകിന് ഒഴിച്ചു കൊടുക്കാം, ഇതിലെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഒരു അടപ്പ് ഈ ലായനിക്കകത്ത് ഇതേപോലെയുള്ള ഒരു 10 അടപ്പ് വെള്ളം കൂടെ ചേർത്താണ് നമ്മളിത് യോജിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ക്യാനിനകത്താണെങ്കിൽ പോലും നമുക്ക് ഒരു കുറച്ച് നാളത്തേക്കുള്ള വളം ഇതിൽ നിന്ന് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ കരരൂപത്തിലുള്ള എല്ലുപൊടിയും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യണം, സ്റ്റെറാമിലും ഒക്കെ. ഇല്ലെങ്കിൽ എന്ത് അറിയുമോ, ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ 2 ദിവസത്തിനകത്ത് വെച്ചാൽ ഇത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വളമില്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് ആഴ്ചോറും ഇത് ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം അതിൻ്റെ ചുവട്ടിൽ അടിസ്ഥാന വളമായിട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ 2-3 ഗുണങ്ങളാണ്. ഇഷ്ടം പോലെ ഫലം കിട്ടും. അതായത് പച്ചക്കറികളാണെങ്കിൽ ആ പച്ചക്കറികൾ കിട്ടും. അതുപോലെ തന്നെ ചീരയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇലകൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വഴുതന, മുളക്, പിന്നെ പയർ ഒക്കെ ആണെങ്കിൽ വാട്ടരോഗം ഉണ്ടാകത്തില്ല, ഇഷ്ടം പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പ്ലാവൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവും, വളരെ പെട്ടെന്ന് കായ്ഫലം ഉണ്ടായി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുക്കൂട്ട് വളമാണിത്. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരത്തിലൊക്കെ നമുക്ക് ചെയ്യാമെങ്കിൽ, കൃഷിയോട് സ്നേഹമുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുറ്റത്ത് ചെയ്യണമെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള വളങ്ങളൊക്കെ നിർമ്മിക്കാം. കഴിയുന്നതും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിക്കുക. കാരണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിസ്സാര കൃഷികളൊക്കെയാണ് നമ്മൾ നാമമാത്ര കർഷകരൊക്കെ ആണെങ്കിൽ വിൽക്കാൻ വേണ്ടി അല്ല നമ്മുടെ ഉദ്ദേശമെങ്കിൽ ജൈവവളം തന്നെ ഉദ്ദേശിക്കുക. നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത വർദ്ധിക്കാനും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും കിഴങ്ങുവർഗ്ഗ വിളകളുടെയൊക്കെ സ്വാദ് വർദ്ധിക്കാനും നല്ല രീതിയിൽ അതിന് കൂടുതൽ കാലദൈർഘ്യം ഇതിൻ്റെ കായ്ഫലം ലഭിക്കാനും ഒക്കെ ഇതിലൂടെ നമുക്ക് സാധിക്കും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പം എല്ലാവർക്കും ഞാൻ കൃത്യമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.